മോദിക്ക് ഹിന്ദി ഭാഷയിൽ വലിയ പ്രാവീണ്യമാണെന്നാണ് വെപ്പ്. ഏറ്റവും കുറഞ്ഞത് മോദിയുടെ മന്ദഭക്തർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ RSSന്റെ കാര്യാലയം സന്ദർശിക്കുകയും നാഗ്പൂരിലെ ദീക്ഷാഭൂമി സന്ദർശിക്കുകയും ചെയ്ത മോദി അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ കുറിച്ചത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിന്ദി ഭാഷയിലുള്ള പരിജ്ഞാനത്തെക്കുറിച്ച് വലിയ ചോദ്യമാണ് വരുന്നത്. 1956 ഒക്ടോബർ 14 ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 4 ലക്ഷത്തിൽ പരം അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമി ഈ കഴിഞ്ഞ ദിവസം മോദി സന്ദർശിക്കുകയുണ്ടായി. പ്രധാന വ്യക്തികൾ ദീക്ഷാഭൂമി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സന്ദർശന ബുക്കിൽ എന്തെങ്കിലും സന്ദേശം എഴുതുകയും സൈൻ ചെയ്യുകയും പതിവാണ്. അതിൻ പ്രകാരം മോദിയും ദീക്ഷാഭൂമിയിലെ സന്ദർശന ബുക്കിൽ കുറിച്ച വരികൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഭാഷയിൽ എഴുതാൻ പോലും അറിയുമോ എന്ന് ആളുകൾ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാവില്ല. അദ്ദേഹം ദീക്ഷാഭൂമിയിലെ സന്ദർശന ബുക്കിൽ കുറിച്ചതാണ് ഇത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മോദി എഴുതിയതല്ല എന്ന്. എന്തുകൊണ്ടാണ് സന്ദർശന ബുക്കിൽ സ്വയം ഏതാനും വാക്കുകൾ കുറിക്കാൻ മോദിക്ക് കഴിയാതിരുന്നത്? ആരോ മോദിക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെയോ ഹിന്ദിയിൽ കുറിച്ചു. അതിനു താഴെ മോദി ഒരു ഒപ്പിട്ടു. മോദി നരേന്ദ്രമോദി എന്ന് സൈൻ ചെയ്തിരിക്കുന്നതും ബാക്കി ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതും തമ്മിലുള്ള ഹാൻഡ് റൈറ്റിംഗ് തമ്മിൽ യാതൊരു സാമ്യവുമില്ല. എന്ന് തന്നെയല്ല, 2 വ്യത്യസ്ത പേനകൾ കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. കാരണം സന്ദേശം കുറിച്ചിരിക്കുന്നത് വളരെ കനത്ത അക്ഷരത്തിലാണ്, എന്നാൽ നരേന്ദ്രമോദി എന്ന് സൈൻ ചെയ്തിരിക്കുന്നത് വളരെ കനം കുറഞ്ഞ അക്ഷരത്തിലും. ഇനി ഇതിലെ ഏറ്റവും വലിയ നാണക്കേട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ എഴുതിയിരിക്കുന്ന സന്ദേശത്തിൽ വളരെയേറെ അക്ഷരത്തെറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതാണ്ട് വെറും 100 വാക്കോളം വരുന്ന ഒരു സന്ദേശം ഹിന്ദിയിൽ എഴുതുന്നതിൽ ഇത്രയേറെ അക്ഷരത്തെറ്റ് വരുത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണ് എന്ന് ഓർക്കണം. അതും പ്രധാനമന്ത്രി എഴുതിയതാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന സന്ദേശത്തിൽ. സന്ദീപ് മനുദാനെ എന്ന ട്വിറ്റർ യൂസർ ആണ് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന നാണം കെടുത്തുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്വിറ്ററിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ എത്രയേറെ അക്ഷരത്തെറ്റുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന്. അദ്ദേഹം ഇവിടെ പറയുന്നത് മോദിയുടെ സന്ദേശം എഴുതുന്നതിന് വേണ്ടി ആരെയാണ് അധികാരികൾ നിയോഗിച്ചത്? അയാൾ ഇതേപോലെ തെറ്റുകൾ വരുത്താതിരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധാലു ആയിരിക്കേണ്ടതായിരുന്നു. അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എഴുതിയ സന്ദേശം എന്ന പേരിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഒന്ന് ഓർക്കണം, അവിടുത്തെ സന്ദർശന ബുക്കിൽ ജീവിതകാലം മുഴുവനും വരും തലമുറകൾ പോലും കാണുന്നതിനു വേണ്ടി ഇത് അതേപടി അവിടെ ഉണ്ടാവും എന്ന്. ഇതേ മോദിയും BJPയുമാണ് സൗത്ത് ഇന്ത്യക്കാരെ ഹിന്ദി പഠിപ്പിക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് വലിയ വിരോധാഭാസം. സ്വയം ഹിന്ദി എഴുതാനോ വായിക്കാനോ അറിയില്ലാത്തവരാണ് സൗത്ത് ഇന്ത്യക്കാരെ ഹിന്ദി പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇവിടെ ഭാരതീയ എന്ന യൂസർ നെയിമുള്ള ഒരു യൂസർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: BJPയോടൊപ്പം ഉള്ള മോദിയും ഹിന്ദിയും. പ്രധാനമന്ത്രി മോദി, ആദ്യം തന്നെ നിങ്ങളുടെ കൂലിയെഴുത്തുകാരനായ ഹിന്ദി എഴുത്തുകാരനെ പിരിച്ചുവിടുക. ദീക്ഷാഭൂമിയിൽ നിങ്ങൾ ഒപ്പിട്ട സന്ദേശത്തിലെ വളരെ വലിയ തെറ്റുകളാണ് ഇത്. ഇങ്ങനെ വളരെയേറെ അക്ഷരത്തെറ്റ് വരുത്തി മറ്റാരോ എഴുതിയ സന്ദേശം അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ് എന്നതിന്റെ പേരിൽ മോദി എഴുതിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നാണംകെട്ട സംഖ്യ കുറിച്ചിരിക്കുന്നതാണ്. മോദിയുടെ ഹാൻഡ് റൈറ്റിംഗ് എത്ര മനോഹരമാണ് എന്ന് സംഖ്യകളല്ലാതെ മറ്റൊരുത്തരിലും ഇതുപോലെ വിവരമില്ലാത്ത നാണമില്ലാത്ത ആളുകളെ കാണാൻ സാധിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ പോരാടിയ RSS എന്ന രാജ്യദ്രോഹ സംഘടനയുടെ ആസ്ഥാനമായ നാഗ്പൂർ സന്ദർശിക്കുകയും RSSന്റെ നേതാവായിരുന്ന ഖഡ്ഗേവാറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ മോദി പൂക്കൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെയും വിസിറ്റേഴ്സ് ബുക്കിൽ മോദിക്ക് വേണ്ടി ആരോ ഒരാൾ സന്ദേശം എഴുതുകയും മോദി അതിന്റെ അടിയിൽ സ്വന്തം പേര് സൈൻ ചെയ്യുകയും ചെയ്തു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്വന്തം കൈപ്പടയിൽ അത് എത്ര തന്നെ മോശമായിരുന്നാലും തന്റെ സന്ദേശം എഴുതാമായിരുന്നു. അതായിരുന്നു അതിന്റെ മര്യാദ. ഹിന്ദിയിൽ 4 വാക്കുകൾ കുറിക്കുന്നതിന് മോദിക്ക് കഴിയുകയില്ല എന്നാണോ? ഇവിടുത്തെ സന്ദർശന ബുക്കിൽ എഴുതിയ സന്ദേശം വളരെ ചുരുങ്ങിയത് ആയിരുന്നു. ഇത് എഴുതിയതും മറ്റൊരു വ്യക്തിയാണ് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹാൻഡ് റൈറ്റിംഗ് ദീക്ഷാഭൂമിയിലെ സന്ദർശന ബുക്കിൽ എഴുതിയ ഹാൻഡ് റൈറ്റിംഗിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതാണ് മോദിക്ക് വേണ്ടി ഇവിടുത്തെ സന്ദർശന ബുക്കിൽ എഴുതിയ സന്ദേശം. ഏതായാലും ഈ സന്ദേശം എഴുതിയ ആളുടെ ഹാൻഡ് റൈറ്റിംഗ്
വളരെ മനോഹരമാണ് എന്ന് പറയാതെ വയ്യ. അവിടെ മോദി സൈൻ ചെയ്തിരിക്കുന്നത് വേറെ ഒരു പേന കൊണ്ടാണ് എന്ന് വളരെ വ്യക്തം. എന്നാൽ മോദിക്ക് വേണ്ടി ഈ സന്ദേശം എഴുതിയ ആളും അക്ഷരത്തെറ്റ് വരുത്തി എന്നുള്ളതാണ് വളരെ കഷ്ടമായ കാര്യം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഹിന്ദിയിൽ സന്ദേശം എഴുതുന്നയാൾ ഹിന്ദി ഭാഷയിൽ വളരെ പ്രാവീണ്യം ഉള്ളവൻ ആയിരിക്കണം എന്നുള്ളത് വളരെ ന്യായമല്ലേ? നാണക്കേടാണ് പ്രധാനമന്ത്രി എഴുതിയത് എന്ന് പറയുന്ന സന്ദേശത്തിൽ ഇതുപോലെ തെറ്റുകൾ വരുത്തുക എന്നുള്ളത്. ഇവിടെ മോദിക്ക് വേണ്ടി ആരോ എഴുതിയ സന്ദേശം വളരെ മികച്ച ഹാൻഡ് റൈറ്റിംഗ് ആയതിനാൽ തലയിൽ ആൾതാമസമില്ലാത്ത മന്ദഭക്തർ അത് മോദി എഴുതിയതാണ് എന്ന് പറഞ്ഞ് മോദിക്ക് ഇല്ലാത്ത ക്രെഡിറ്റ് ഉണ്ടാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ് ഇത്. പക്ഷേ ഈ തലച്ചോറില്ലാത്തവർക്ക് അറിയില്ലല്ലോ ഇവരുടെ പീനട്ട് സൈസിലുള്ള ബ്രെയിൻ അല്ല വിവേകമുള്ള ഇന്ത്യക്കാരുടേതെന്ന്. സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന എഴുത്തും വായനയും അറിയത്തില്ലാത്ത വളരെ പേരുകേട്ട ഒരു മന്ദഭക്തനായ മിസ്റ്റർ സിൻഹ ഇതിന്റെ ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ സ്ഥാപകൻ ഖഡ്ഗേവാറിന് ആദരം അർപ്പിച്ചതിനു ശേഷം വിസിറ്റേഴ്സ് ബുക്ക് സൈൻ ചെയ്തു. അത് ഹിന്ദിയിലാണ്. പ്രധാനമന്ത്രി മോദി ഗുജറാത്തിയാണ്. അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഗുജറാത്തിയാണ്. എങ്ങനെയുണ്ട് മോദിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഈ നാണംകെട്ട സംഖ്യയുടെ പ്രവൃത്തി? ഇവനെ പോലെ തലച്ചോറില്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ലെങ്കിലും ഇന്ത്യയിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും ഇത് മോദി എഴുതിയതല്ല എന്ന് മനസ്സിലാവുമെന്ന് ഇവന് യാതൊരു ബോധവുമില്ല. മോദിക്ക് സ്വന്തമായി എഴുതാൻ അറിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അക്ഷരത്തെറ്റ് വരുത്താതെ എഴുതാൻ അറിയാവുന്ന ഒരു ആളെ വേണ്ടേ വിസിറ്റേഴ്സ് ബുക്കിൽ മോദിക്ക് വേണ്ടി സന്ദേശം എഴുതാൻ നിയോഗിക്കേണ്ടത്? അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള സന്ദേശമാകുമ്പോൾ പ്രത്യേകിച്ചും. ഇപ്പോഴുള്ള ആളുകൾ മാത്രമല്ല, വരും തലമുറയിൽ ഉള്ള ആളുകളും ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളെക്കുറിച്ച് വിചാരിക്കുക? ഒരുപക്ഷെ ഈ പാർട്ടിയിലുള്ള ആർക്കും അക്ഷരത്തെറ്റില്ലാതെ സ്വന്തം മാതൃഭാഷ പോലും എഴുതാൻ അറിയില്ല എന്നാണോ അർത്ഥമാക്കേണ്ടത്? എന്തായാലും ഇത് വലിയ മാനക്കേടാണ്, രാജ്യത്തിന്റെ ഗതികേടാണ് എന്ന് പറയാതെ വയ്യ.